ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിൻ്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ, 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് എന്താ ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചു, തെറ്റുപറ്റിപ്പോയി, ഇനി പോലെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ ഒരാൾ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ചോദിക്കുന്നത് രാവിലെ മുതൽ 5 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. 5 മണി തൊട്ട് റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു, എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA-മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. തെറ്റിദ്ധരിച്ച് പറയാണ്, ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ലേ വെയിറ്റ്, ഞാൻ പറയുന്നത് ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. ആറന്മുളയിൽ ഉണ്ടായത് ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ച് അവിടെ മീഡിയയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പിന്നീട് ആ സ്ത്രീ വന്ന് കറക്റ്റ് പറഞ്ഞു, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അത് അറിയില്ല. അവര് പറഞ്ഞല്ലോ, അവര് വന്ന് രണ്ടാമത് പറഞ്ഞല്ലോ. നിങ്ങൾ ഒരാൾ സംസാരിക്കും പ്ലീസ്, ഒരാൾ സംസാരിക്കും. ഞാൻ ഈ പറഞ്ഞുതരാം. രാവിലെ മുതൽ എല്ലാ ചോദ്യം കൊണ്ട് ചോദിക്കുന്നത്. രാവിലെ മുതൽ 5 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. 5 മണി തൊട്ട് റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു, എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA-മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിൻ്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ, 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് അല്ലല്ല വെയിറ്റ്, പിന്നെന്താ ഞങ്ങൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെ മാച്ച്, എന്ത് മാച്ചിങ് ആണുള്ളത്? നീലയും കറുപ്പോ? നിങ്ങളെന്താ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്താ ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചു, തെറ്റുപറ്റിപ്പോയി, ഇനി പോലെ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്. എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നു. ഒരു ചോദ്യത്തിന് മറുപടി പറ. ഇതിനൊന്നും മറുപടി പറ. എന്താ ഔചിത്യക്കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? നിങ്ങൾക്ക് വേറെ എന്തോ ദുരുദ്ദേശമുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിൽ. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, ക്ഷമിക്കണം. ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാ പോയത്. ഇത് കഴിയട്ടെ എന്റെ വിഷമം തീർക്കട്ടെ. അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. എല്ലാവരും ചോദിച്ചു. ഞാൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തു. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു 3 മണിക്ക് ഭക്ഷണം കഴിച്ചു. അതാണ് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയരുത്. ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബഹളം ഉണ്ടാക്കരുത്. 3 മണിക്ക് ഞാൻ ഭക്ഷണം, കേരളത്തിലെ ജനങ്ങളെ വിലയിരുത്തട്ടെ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, മലബാറിൽ ഭക്ഷണം ഒരു കാപ്പി കുടിക്കാൻ പോയാലുള്ള സ്ഥിതി
മലബാറിലെ ഏതെങ്കിലും വീട്ടിലൊരു കാപ്പി കുടി. അവർ ഈ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ടല്ല, ഞാനന്ന് വരുമെന്ന് പറഞ്ഞു, ഞാനന്ന് ഹരിദാസേട്ടൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു, അപ്പോൾ അടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അവർ ആ വീട്ടുകാർ മുഴുവൻ ഭക്ഷണം കഴിക്കാതെ 3 മണി വരെ എന്നെ കാത്തിരിക്കുക. ഞാൻ 3 മണിക്കാണ് എത്തിയത്. ഇതിൻ്റെ താമസവും കാര്യങ്ങളും ഓൺ ദ വേയിൽ മുഴുവൻ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് ഇരിക്കുകയാണ്. പിന്നീട് മലബാറിലായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞു. മലബാറിലെ കളക്ടർമാരെ മുഴുവൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ ഒരാൾ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അത് കഴിഞ്ഞല്ല, മറ്റത് കഴിഞ്ഞല്ല. നിങ്ങൾ ആദ്യം അല്ലല്ല നിക്ക് നിങ്ങളൊന്ന് അല്ലല്ല, അങ്ങ് ദേശാഭിമാനി എന്ന് വന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. ഇനിയില്ല, അങ്ങേക്ക് മറുപടിയില്ല, വേറെ ആരെങ്കിലും ചോദിക്കും. ആര്? പ്രതിപക്ഷ നേതാവ് അത് പറയുമല്ലോ. പ്രതിപക്ഷ നേതാവ് എന്ത് അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്യാമ്പിലോ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലോ എവിടെയെങ്കിലും എന്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഏരിയ സെക്രട്ടറിയെ കൊണ്ട് സ്വന്തം പേര് പൊക്കി പറയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ ഫ്ലഡ് കണ്ടവരാ. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലഡ് കണ്ടവനാണ് ഞാൻ. 75,000 പേരെ ക്യാമ്പിൽ എൻ്റെ നിയോജകമണ്ഡലത്തിലും അത്രയും പേരെ നിയോജകമണ്ഡലത്തിന് പുറത്തും ക്യാമ്പിൽ താമസിപ്പിച്ച ആളാണ്. ആദ്യത്തെ 3 ദിവസം 1 മണി അരി പോലും വരാതെ എറണാകുളത്തെയും കൊടുങ്ങല്ലൂരിലെയും മാർക്കറ്റിൽ നിന്ന് കടം മേടിച്ച് സാധനങ്ങൾ കൊടുത്ത ആളാണ് ഞാൻ. അദ്ദേഹം അന്ന് വന്നിട്ട് എന്താ പറഞ്ഞത്? ഇനി ഒരു കാര്യം, പ്രതിപക്ഷ നേതാവിൻ്റെ അന്നത്തെ പത്രസമ്മേളനത്തിൽ എന്തൊക്കെയായിരുന്നു?